മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അധികമായി 18,000 പൂരപ്രേമികൾക്ക് സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് മന്ത്രി കെ രാജൻ. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. സ്വരാജ് റൗണ്ടിൽ തന്നെ 250 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് ഇത്തവണ പൂരപ്രേമികൾക്ക് നിൽക്കാനുള്ള സജ്ജീകരണം ഒരുക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നും അതിന് പുതിയൊരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും തൃശൂർ പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു പുതിയ ഡിസൈനിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ കറക്റ്റ് തെക്കേ ഗോപുരനടയാണ്. ഈ ഭാഗം തെക്കേ ഗോപുരനടയാണ്. ഇത് നമ്മുടെ വടക്കുന്നാഥൻ്റെ പ്രമിസസ് ആണ് പൂർണ്ണമായിട്ടും കാണുന്നത്. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ 200 മീറ്റർ മാഗസീനിൽ നിന്നും അകലം നമ്മൾ ഉപേക്ഷിച്ചു. കഴിഞ്ഞ തവണ ആളുകൾ നിർത്താനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തടസ്സം ഫയർ ലൈനിൽ നിന്ന് മാഗസീനിൽ നിന്ന് 45 മീറ്റർ ഫയർ ലൈനിലേക്കും ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ ആളുകൾ നിൽക്കുന്നതിലേക്കും വേണം എന്നായിരുന്നു. അപ്പോൾ മാഗസിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ 45 മീറ്റർ അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ ആ 45 മീറ്റർ അപ്രസക്തമായി. ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതാണ്ട് പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാറമേക്കാവ് ദേവസ്വം സാധാരണയുള്ള ഫയർ ലൈൻ കുറച്ച് തെക്കേ ഗോപുരനടയിലേക്ക് ഒരു 15 മീറ്റർ ഉള്ളിലേക്ക് വലിക്കാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ അനുസരിച്ച്. കാരണം മാഗസീനിൽ നിന്ന് 45 മീറ്റർ എന്നതും ഇപ്പോൾ പ്രസക്തമല്ല. അപ്പം അതുകൊണ്ട് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു 15 മീറ്ററോളം ദൂരം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫയർ ലൈനിനെ ഒന്ന് മാറ്റി ഡിസൈൻ ചെയ്യാൻ നമുക്കായി. പാറമേക്കാവിലിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന പോയിന്റിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. എന്നാൽ ജോസ് തിയേറ്ററിൻ്റെ ഏതാണ്ട് പാരലലായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ തെക്കേ ഗോപുരനടയിലേക്ക് കയറി തെക്കേ ഗോപുരനടയിൽ നിന്ന് ടേൺ ചെയ്ത് ബാറ്റയുടെ മുമ്പിലുള്ള പോയിന്റിലേക്ക് ഇറങ്ങി അങ്ങനെ അവസാനിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പാറമേക്കാവിലിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആ ഡിസൈൻ നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കൂട്ടപ്പൊരിച്ചിലുണ്ടാവുക മണികണ്ഠനാലിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും, റോഡിൻ്റെ അപ്പുറത്തായിരിക്കും. അതും പാറമേക്കാവ് അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റാൻ കൂടി തീരുമാനിച്ചതോടുകൂടി ഒരു വലിയ പ്രദേശമാകെ പുതിയതായ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥല സന്ദർശനത്തിൽ മന്ത്രിയോടൊപ്പം പി ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ADM T മുരളി, തഹസിൽദാർ ജയശ്രീ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, പോലീസ്, ഫയർഫോഴ്സ്, മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ.